ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഫാർമസ്യൂട്ടിക്കൽ ഉടമ കസ്റ്റഡിയിലായി. കാഞ്ചീപുരത്തെ കോൾഡ്രിപ്പ് നിർമ്മാതാവ് ശ്രീശാന്ത് ഫാർമസ്യൂട്ടിക്കൽസ് ഉടമയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചുമമരുന്ന് കഴിച്ചുള്ള മരണത്തിന് പിന്നാലെ പരിശോധന കർശനമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നു. വിനീത വിജി അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ കോൾഡ്രിപ്പ് എന്ന് പറയുന്ന മരുന്ന് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും നിരോധിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ കോൾഡ്രിപ്പ് എന്ന കഫ് സിറപ്പ് നിരോധിച്ചിട്ടുണ്ട്. ഈ കോൾഡ്രിപ്പിന് പുറമെ റെസ്പി ഫ്രഷ് ഒപ്പം തന്നെ റീലൈഫ് എന്നിങ്ങനെയുള്ള 2 മരുന്നുകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ആദ്യഘട്ടത്തിൽ മധ്യപ്രദേശിലാണ് ഈ 2 മരുന്നുകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഇപ്പോൾ ഇതാ തെലങ്കാനയിലും ആ മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിനിടയിൽ നിർണായകമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് ഇന്ന് ഈ കോൾഡ്രിപ്പ് കഫ് സിറപ്പ് നിർമ്മിച്ച ഒരു യൂണിറ്റ്, അത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ശ്രീസൻ ഫാർമസ്യൂട്ടിക്കലാണ് ഈ മരുന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മരുന്ന് നിർമ്മിച്ച ഫാർമസ്യൂട്ടിക്കൽ ഉടമയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഉടമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫാർമസ്യൂട്ടിക്കൽ ഉടമയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് മധ്യപ്രദേശിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം. ഇന്നലെ ഈ പ്രത്യേകമായിട്ടുള്ള ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥരൊക്കെ ആ കാഞ്ചീപുരത്തുള്ള ഈ യൂണിറ്റിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ തുരുമ്പെടുത്തിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. യോഗ്യതയില്ലാത്ത ജീവനക്കാരെയാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നതിനും മറ്റുമായി ആ സ്ഥാപനത്തിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. തീർത്തും വൃത്തിയില്ലാത്തൊരു സാഹചര്യം, വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ മരുന്നുകൾ നിർമ്മിച്ചത്. ഏതാണ്ട് 300ഓളം നിയമലംഘനങ്ങൾ ഈ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഉടമയെ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റിലേക്കടക്കം നീങ്ങിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ എല്ലാ ഡ്രഗ് കൺട്രോളർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതത് സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ, യൂണിറ്റുകൾ ഇവരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. കൃത്യമായി പരിശോധന കൂടാതെ ഒരു ബാച്ച് മരുന്നും പുറത്തിറക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അതത് സംസ്ഥാനങ്ങൾക്കുണ്ട്. ഈ പരിശോധനയുടെ റിസൾട്ട്, ഈ പരിശോധന എങ്ങനെയാണ് നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖാമൂലം സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിനടക്കം ഈ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.